നിത്യജീവന്റെ ദർശനം ഉൾക്കൊണ്ട് കർത്താവിന്റെ വചനം നമ്മോട് ഇടപെടുന്ന തിരുവെഴുത്തുകൾ ശ്രദ്ധിച്ചു. മനസ്സതിയുള്ള പിതാവും സർവാശ്വാസവും നൽകുന്ന ദൈവവുമായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ ഏത് കഷ്ടത്തിലുമുള്ളവരെയും ആശ്വസിപ്പിക്കുവാൻ ശക്തരാകേണ്ടതിന് എല്ലാ കഷ്ടങ്ങളിലും അവിടുന്ന് ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. ജീവന്റെ വഴി അങ്ങ് എനിക്ക് കാണിച്ചു തരുന്നു. അവിടുത്തെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും അങ്ങയുടെ വലതുഭാഗത്ത് എന്നും പ്രമോദനങ്ങളും ഉണ്ട്. ദൈവത്തിന്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളത്. സന്ധിയിങ്കൽ കരച്ചു വന്ന നിരാപാർക്കും ഉഷസിങ്കലോ ആനന്ദഘോഷം വരുന്നു. ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കുമെന്ന് കർത്താവായ യേശു അരുളി ചെയ്യുന്നു. ആമേൻ ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. കർത്താവായ യേശുവേ, അങ്ങേക്ക് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവേ, അങ്ങ് തലമുറയായി ഞങ്ങളുടെ സംഗീതമായിരിക്കും. പർവ്വതങ്ങൾ ഉണ്ടായിരുന്നു, അവിടുന്ന് ഭൂമിയെ ഭൂമണ്ഡലത്തിലെയും നിർമ്മിച്ചതുമുണ്ട്. അങ്ങ് അനാദിയായും ശാശ്വതമായും ദൈവമാണ്. അങ്ങ് മർത്യനെ ഒടിയിലേക്ക് മടങ്ങി ചെലുമാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിൻ എന്ന് അനുസരിക്കുന്നു. 1000 സംവത്സരം അവിടെ ദൃഷ്ടി ഇന്നലെ കഴിഞ്ഞു പോയ ദിവസം പോയി രാത്രിയെ ഒരു യാമം പോലെയും മാത്രമേ. അങ്ങ് അവരെ ഒഴുക്കി കളയുന്നു. അവർ ഉറക്കം പോലെ അത്രേ. അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ലുപോലെയാകുന്നു. അത് രാവിലെ തഴച്ചു വളരുന്നു, വൈകുന്നേരം അത് അരിഞ്ഞു വാടിപ്പോകുന്നു. യഹോവേ, ആടുന്ന് ഞാൻ അങ്ങയോട് നിലവിളിക്കുന്നു. കർത്താവേ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ. അങ്ങയുടെ ചെവി എന്റെ യാചനകൾക്ക് ശ്രദ്ധിച്ചിരിക്കണമേ. യഹോവേ, അങ്ങ് അകത്യങ്ങളെ ഓർമ്മ വെച്ച കർത്താവേ, ആ നിലനിൽക്കും. എങ്കിലും അങ്ങേ ഭയപ്പെടുവാൻ തക്കവണ്ണം അങ്ങയുടെ പക്കൽ വിമോചനമുണ്ട്. ഞാൻ യഹോവയ്ക്കായി കാത്തിരിക്കുന്നു, എന്റെ ഉള്ളം കാത്തിരിക്കുന്നു. യഹോവയുടെ വചനത്തിൽ ഞാൻ പ്രത്യാശിക്കുന്നു. വാഴ്ത്തപ്പെട്ട നമ്മുടെ കർത്താവായ യേശു ശിഷ്യനായ യോഹന്നാന് വെളിപ്പെടുത്തി കൊടുത്ത ഒരുപാട് ദിവസം 7-ാം അധ്യായം ചില വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇതിന്റെ ശേഷം സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിലും എന്നുള്ളതാണ് ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം വെള്ള നിലയിൽ ധരിച്ച കയ്യിൽ കുരുത്തോരമായി സിംഹാസനത്തിനും കുഞ്ഞാടിനും മുമ്പാകെ നിൽക്കുന്നത് ഞാൻ കണ്ടു. രക്ഷ എന്നുള്ളത് സിംഹാസനിരിക്കുന്നവരായ നമ്മുടെ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും ദാനം എന്ന് അവർ അത്യുച്ചത്തിൽ ആർത്തുകൊണ്ടിരുന്നു. സകല ദൂതന്മാരും സിംഹാസനത്തിന്റെയും മൂപ്പന്മാരുടെയും 4 ജീവന്റെയും ചുറ്റും നിന്ന് സിംഹാസന മുമ്പിൽ കവിണ്ണു വീണ് ആമേൻ, നമ്മുടെ ദൈവത്തിന് എന്നേക്കും സ്തുതിയും മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും ആമേൻ എന്ന് പറഞ്ഞ ദൈവത്തെ നമസ്കരിച്ചു. മൂപ്പന്മാർ ഒരുത്തനോട്, വെള്ള നിലയിൽ ധരിച്ചിരിക്കുന്ന ഇവർ എവിടെ നിന്നുവെന്നോ ചോദിച്ചു. യജമാൻ അറിയുമല്ലോ എന്ന് ഞാൻ പറഞ്ഞതിന് അവൻ എന്നോട് പറഞ്ഞത്, ഇവർ മഹാ കഷ്ടത്തുനിന്ന് വന്നവർ കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി ഇറക്കി വെടിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവർ ദൈവത്തിന്റെ സിംഹാസന മുമ്പിൽ നിന്ന് അവന്റെ ആലയത്തിൽ രാപ്പകൽ അവരെ ആരാധിക്കുന്നു. സിംഹാസനിരിക്കുന്നവർ അവർക്ക് കൂടാരമായിരിക്കും. ഇനി അവർക്ക് വിശക്കുകയില്ല, ദാഹിക്കുകയുമില്ല. വെയിലും യാതൊരു ചൂടും അവിടെ മേൽ തട്ടുകയുമില്ല.
സിംഹാസന മധ്യയുടെ കുഞ്ഞാട് അവരെ മേയിച്ച് ജീവജലത്തിന്റെ ഉറവുകളിലേക്ക് നടത്തുന്നു. ദൈവം താൻ അവിടെ കണ്ണിതെല്ലാം തുടർച്ചകളെയും ചെയ്തു. ഈ വായിച്ചേട്ട തിരുവഴുത്തുകൾ വേർപാടിന്റെ വേദനായിരിക്കുന്ന പ്രിയമക്കൾക്ക് ആശ്വാസം നിത്യത്തിലേക്ക് വിളിച്ചു വേർതിരിച്ച പിതാവിന്റെ ആത്മാവിനും കൃത്യമായ സ്വസ്ഥതയും നൽകുമാറാകട്ടെ. ആമേൻ. വാക്കിലൂടെ ശക്തി തരുന്നു വീണ്ടും പോലെ യാത്രയ്ക്കായി ശക്തി തരുന്നു ശുദ്ധന്മാർക്ക് വെളിച്ചത്തിൽ അവകാശത്തിൽ പങ്കു തന്ന ദൈവത്തിന് സ്തോത്രം സ്തോത്രം പാടും ഞാൻ. പങ്കു തന്ന ദൈവത്തിന് സ്തോത്രം സ്തോത്രം പാടും ഞാൻ. പല തൊഴിലുകൾ ഏർപ്പെട്ടിട്ടുണ്ട്. താനുള്ള പ്രദേശത്തിനാണ് അദ്ദേഹം വിവാഹം കഴിഞ്ഞത്. വളരെ കാലത്തെ പരിചയം ഈ സ്വന്തമായി ബന്ധപ്പെടുന്നതിന് മുമ്പ് അദ്ദേഹമായിട്ട് പരിചയമുള്ളവരാണ്. സഹോദരങ്ങളെ ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ തന്ന സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ദോഷമായിട്ടൊന്നും എന്നോടെന്റെ താതൻ ചെയ്യുകയില്ല. എന്നെ അവനടിച്ചാലും അവനെന്നെ സ്നേഹിക്കുന്നു. എന്നെ അവനടിച്ചാലും അവനെന്നെ സ്നേഹിക്കുന്നു. കൂടുതൽ വെളി കാണിക്കാതെ കഷ്ടനഷ്ടമേറി വന്ന ഭാഗ്യവാനായി തീരുന്നു ഞാൻ. കഷ്ടമേറ്റ കർത്താവോട് കൂട്ടാളിയായി തീരുന്നു ഞാൻ. കഷ്ടമേറ്റ കർത്താവോട് കൂട്ടാളിയായി തീരുന്നു. ലോക സൗഖ്യമെന്തു തരും ആത്മക്ലേശമതിൻ ഫലം. സൗഭാഗ്യമുള്ള ആത്മജീവൻ കഷ്ടതയിൽ വർദ്ധിക്കുന്നു. സൗഭാഗ്യമുള്ള ആത്മജീവൻ കഷ്ടതയിൽ വർദ്ധിക്കുന്നു. മക്കളെയും കാണുവാനുള്ള ഭാഗ്യമായ അവസരങ്ങൾ ആ ഒരു സന്തോഷത്തിലേക്ക് എത്തിച്ചേരുവാൻ എല്ലാവരും താൻ പ്രിയപ്പെട്ട താൻ മാറ്റിച്ച ആഗ്രഹിച്ച ലോകത്തിൽ എത്തിച്ചേർന്നു. യേശുവിനെ യാഗപീഠമവനത്രേ നിന്റെ രക്ഷയവൻ. യാഗപീഠമവനത്രേ നിന്റെ രക്ഷയവൻ. ദിനം തോറും പുതുക്കുന്ന
രാഷ്ട്രീയ സാമൂഹിക മേഖലയിൽ സ്വച്ഛജലം ആയിരിക്കുന്ന മുന്നോട്ട് ഒഴിവാൻ തക്കവണ്ണം ഞങ്ങൾ ഓർമ്മിക്കുന്നു. സ്വച്ഛജലം വച്ചിട്ടുള്ള ഇച്ചളത്തൊട്ടിയുമുണ്ട്. വാർത്ത സാറ് ഇതുകൊണ്ട് രണ്ട് വാക്ക് സംസാരിക്കാനായിട്ട് ഓർമ്മിക്കുന്നു. ലോകത്തെ ഞാൻ ഓർക്കുന്നില്ല, കഷ്ടനഷ്ടമോർക്കുന്നില്ല, എപ്പോൾ എൻ്റെ കർത്താവിനെ ഒന്നു കാണാമെന്നീയും, ആശ്രമാക്കുന്ന വാക്കുകളിലൂടെ എപ്പോൾ എൻ്റെ കർത്താവിനെ ഒന്നു കാണാമെന്നേയുള്ളൂ. ദുഃഖത്തിൻ്റെ ഈ സംഘത്തിലെ ഇടവകയുടെ പരിശോധനപ്പെടുത്തുവാൻ തക്കവണ്ണം അവനുള്ള ഇടവകയുടെ സ്നേഹത്തിലൂടെ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. സന്തോഷത്തോടതു ഹല്ലേലൂയ ചെയ്യുവാനായിരിക്കുന്ന ബന്ധുവിഭാഗിലെ സുഹൃത്തുക്കളെ, എല്ലാവർക്കും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള എന്റെ സ്നേഹവന്ദനത്തെ അറിയിച്ചിട്ടുള്ളത്. കാഞ്ഞിരംകുളം ദേശത്ത് നിന്ന് ഇവിടെ പാർക്കുവാനായി എത്തിയ നെൽസൺ വീട്ടിലേക്ക് ബന്ധുക്കളുടെ 10 മക്കളിൽ മൂത്ത ആളാണ് ഒരാളാണ്. പിതാവിൻ്റെയും മാതാവിൻ്റെയും മരണത്തിന് ശേഷം സഹോദരങ്ങളെ ഐക്യത്തോടുകൂടെ കൊണ്ടുപോകുന്നതിൽ നേതൃത്വം ഞാൻ വഹിക്കുകയുണ്ടായി. ചർച്ചിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ കുടുംബത്തുകാർ CSC ടൗൺ സഭയുടെ ആരംഭത്തിന് തന്നെ ചുക്കാൻ പിടിച്ച ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. കരക്കോണം ന്യൂ സഭയിൽ നിന്ന് പ്രത്യേക സാഹചര്യത്തിൽ അവിടെ എലക്ട് ചെയ്യപ്പെട്ട വ്യക്തികൾ, കമ്മിറ്റി അംഗങ്ങൾ അവിടെ തുടർന്ന് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അവിടെ നിന്ന് പല സഭകളിൽ പോകാമെന്ന ഉദ്ദേശത്തോടുകൂടെ ഓരോരുത്തരായിരുന്ന അവസരത്തിൽ കരക്കോണം ചർച്ചിൽ കൃത്യമായി പോകുമെങ്കിലും ചർച്ച് കമ്മിറ്റിയിലോ അങ്ങനെയുള്ള മത്സരങ്ങളിലോ പങ്കെടുക്കാതിരുന്ന അണ്ണൻ അന്നത്തെ HMS സെക്രട്ടറി ആയിരുന്ന ശിവരാജ് സാറിനെ കാണുകയും 1998 HMS സഭയായി രൂപം കൊടുക്കുന്നതിന് നേതൃത്വം നൽകുകയും ചെയ്യുകയുണ്ടായി. അങ്ങനെ സഭാ ഇലക്ഷനിലോ ഒന്നിലും ഉൾപ്പെടാതിരുന്ന അദ്ദേഹം ആദ്യത്തെ സെക്രട്ടറിയായിട്ട് ചുമതലയേൽക്കുകയും 2002 CSI സഭയാക്കി മാറ്റുന്നതിന്, അല്ലെങ്കിൽ CSIയിലെ ദക്ഷിണ കേരള മഹായിടവയിലെ CSI സഭയായി ഉയർത്തുന്നതിന് വേണ്ട നേതൃത്വം അദ്ദേഹം വഹിക്കുകയുണ്ടായി. വളരെ ആത്മാർത്ഥമായ രീതിയിൽ ആണ് സഭയിലെ സേവനം അദ്ദേഹം അനുഷ്ഠിച്ച് വന്നിട്ടുള്ളത്. സഭയിലെ തിരുവോലക്കൂരയായി തുടങ്ങിയ സഭയെ ഇന്ന് കാണുന്ന രീതിയിൽ കൊണ്ടെത്തിക്കുന്നതിന് വളരെ തീവ്രമായ പ്രയത്നം അദ്ദേഹം വഹിക്കുകയുണ്ടായി. തുടർന്ന് എനിക്ക് സഭയിൽ വരുവാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നപ്പോഴെല്ലാം കൃത്യമായിട്ട് എത്തിക്കൊണ്ടിരുന്നിരുന്നാൽ
ശാരീരികമായ ചില ബലഹീനതകൾ ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ സഭയിൽ വരുവാൻ സാധിക്കാതെ ഉണ്ടായ ഒരു സാഹചര്യമുണ്ടായി. ആ അവസരങ്ങളിലെല്ലാം ഞാനിവിടെ കടന്നു വരുമ്പോൾ സഭയെക്കുറിച്ചാണ് ചോദിക്കുന്നത്, സഭയുടെ പ്രവർത്തനത്തെ കുറിച്ചാണ് ചോദിക്കുന്നത്. മറ്റോ മക്കളെയോ മറ്റോ ചോദിക്കുന്നതിനേക്കാൾ ഉപരിയായി ആദ്യമായി സഭയെക്കുറിച്ച് ആയിരിക്കും ചോദിക്കുന്നത്. ഇങ്ങനെ സഭയെക്കുറിച്ച് നല്ല എരിവുള്ള ഒരു വ്യക്തിയായ അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായി. അദ്ദേഹം ഇത് യഥാർത്ഥത്തിൽ നല്ലൊരു നമുക്കൊരു സാക്ഷ്യമാണ് വഹിക്കുന്നത്. സ്വാഭാവികമായും നമുക്ക് ഒരു തോന്നലുണ്ടാകും, നല്ല പ്രവർത്തികൾ ചെയ്യുന്നവർക്ക് ഈ ലോകത്തിൽ നല്ലതുണ്ടായില്ല അല്ലെങ്കിൽ നല്ലതുണ്ടായില്ലേ എന്നുള്ള ഒരു തോന്നൽ നമുക്ക് ഈ അവസരത്തിലുണ്ടാകും. ഇത്രത്തോളം സഭയെ സ്നേഹിച്ചിട്ടും സഭയുടെ പ്രവർത്തനം ഇത്രത്തോളം സഭയെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് നേതൃത്വം വഹിച്ചിട്ടും അവസാനം ഈ ഒരു സാഹചര്യം ഉണ്ടായല്ലോ എന്നുള്ളൊരു സംശയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക സ്വാഭാവികമാണ്. അതാണ് യഥാർത്ഥ സാക്ഷ്യം എന്ന് പറയുന്നത്. ഒരു ആൾ ഏത് രീതിയിൽ ജീവിച്ചാലും അയാൾക്ക് എന്താണ് എന്നുള്ളത് നിശ്ചയിക്കുന്നത് ദൈവമാണ്. പക്ഷേ ആ പ്രതിസന്ധി ഘട്ടങ്ങളിൽ താങ്ങുവാനുള്ള കരുത്ത് സഭയെ സ്നേഹിക്കുന്നവർക്ക് ലഭിക്കും എന്നുള്ളത് ഒരു സാക്ഷ്യമായി ഇവിടെ നിലകൊള്ളുകയാണ്. എത്ര തന്നെ ഈ വളരെയധികം പ്രയാസം നേരിട്ട അവസരത്തിൽ പോലും തന്റെ കാലില് വ്രണങ്ങൾ ഉണ്ടായപ്പോൾ പോലും അദ്ദേഹത്തെ ശുശ്രൂഷിക്കുവാനായി ദൈവത്തിന്റെ മക്കളെ ഒരുക്കി എന്നുള്ളത് വളരെ എടുത്തു പറയത്തക്ക ഒരു കാര്യമാണ്. അതാണ് യഥാർത്ഥ സാക്ഷ്യം എന്ന് പറയുന്നത്. ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് ജീവിച്ചതിന്റെ ഫലമായി ശരിയായ ഒരു ശുശ്രൂഷ ലഭിക്കുവാൻ ദൈവത്തിന് സാധിച്ചു. ആ സാക്ഷ്യമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ മുന്നിൽ ആയിരിക്കുന്നത്. കഴിഞ്ഞ ശനിയാഴ്ച ചെറിയ പ്രയാസം ഉണ്ടായി എങ്കിൽ തന്നെയും ഞായറാഴ്ച ഞാൻ വരുന്ന അവസരത്തിൽ ട്രിപ്പ് പോവില്ല എന്ന് പറഞ്ഞ് ഈ ട്രിപ്പ് ഇട്ടുകൊണ്ടിരിക്കുന്ന അവസരമായിരുന്നു. അങ്ങനെ തിങ്കളാഴ്ച ആയപ്പോഴേക്കും ഒരു പ്രശ്നമില്ല എന്നുള്ള ഒരു കേൾവിയാണ് കേൾക്കുവാനായിട്ട് സാധിച്ചത്. ഇന്നലെ തന്റെ ഇളയ മകൾ ജോലി സ്ഥലത്തേക്ക് പോകുന്നു. അപ്പൊ അത്രത്തോളം യാതൊരു പ്രയാസവും ഇല്ലാതിരുന്ന ഒരു സാഹചര്യത്തിൽ രാവിലെ 3 മണിയായപ്പോൾ ചെറിയ ഒരു ശബ്ദം കേട്ടതുകൊണ്ട് ഇവിടെ ഉണ്ടായിരുന്ന മരുമകനും അതുപോലെ തന്നെ മരുമകന്റെ അമ്മയെല്ലാം ഓടി അവർക്ക് വന്നപ്പോൾ ഒരു സംശയം തോന്നിയതിന്റെ അടിസ്ഥാനത്തിൽ ഉടൻ തന്നെ വെള്ളം കൊടുത്തു. അത് കുടിച്ചിറങ്ങി സന്തോഷത്തോടുകൂടെ ദൈവമേ യേശുവേ എന്ന് വിളിച്ചുകൊണ്ടാണ് തന്റെ ജീവനെ ഈ ലോകത്തിൽ നിന്ന് വിട്ടത്. ഇദ്ദേഹത്തിന്റെ ദേഹാഭിയോഗത്തിൽ കുടുംബത്തിന്റെ പേരിലും അതുകൊണ്ടൊപ്പം തന്നെ ചുമട്ടുകാൽ CSI ടൗൺ സഭയുടെ പേരിലുള്ള ആദരാഞ്ജലികൾ കർത്താവിന്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം. ജയരാജന പിതാവ് ഏകദേശം 73 വർഷക്കാലം ദൈവം നൽകിയ ആയുസ് കർത്താവ് തിരികെ വിളിച്ച് തിരികെ പോയി എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഭൗതിക ശരീരം ഈ ഭൂമിക്ക് നിക്ഷേപിച്ച് അനുഗ്രഹീതമായ ഒരു യാത്രയപ്പ് നൽകുവാൻ വേണ്ടിയാണല്ലോ സഭയായി നാം കൂടി വന്നിരിക്കുന്നത്. ഇവിടെ ആയിരിക്കുന്ന വൈദിക ശ്രേഷ്ഠർ, സഭാ കമ്മിറ്റി അംഗങ്ങൾ, ഉച്ചവർ, ചാർച്ചക്കാർ, അയൽവാസികൾ എല്ലാവർക്കും നിത്യജീവന്റെ ദാതാവാകുന്ന കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുകയും പുനരുത്ഥാനവും ജീവനുമാകുന്ന കർത്താവായ യേശു നിത്യതയെക്കുറിച്ചുള്ള എല്ലാ പ്രത്യാശയും നിങ്ങൾക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ജനനവും മരണവും മനുഷ്യ ജീവിതത്തിലെ 2 പ്രധാന യാഥാർത്ഥ്യങ്ങളാണ്.
നമ്മുടെ സമ്മതത്തോടെയോ അറിവോടെയോ ഒന്നും ഒരുപക്ഷെ ഇത് സംഭവിക്കണം എന്നില്ല. ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് ഭയപ്പാടില്ലാതെ ദൈവം നൽകുന്ന ആയുസ്സിനെ പൂർണ്ണമാക്കുക എന്നുള്ളതാണ് ജീവിച്ചിരിക്കുന്ന നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പ്രിയപ്പെട്ട പിതാവിനെ സംബന്ധിച്ച് നമ്മൾ കേട്ട നല്ല വാക്കുകൾ, കർത്താവിന്റെ മഹത്വം. ഏകദേശം 4 വർഷങ്ങൾക്ക് മുൻപാണ് ഈ സഭയിൽ ഞാൻ ശുശ്രൂഷകനായിരിക്കുന്നത്. പ്രിയപ്പെട്ട സെക്രട്ടറി പറഞ്ഞതുപോലെ ഈ ഭവനം സന്ദർശിക്കുമ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും ചോദിക്കാനുള്ളത് സഭയെക്കുറിച്ചാണ്. അദ്ദേഹം വാചാലനാകുന്നത് സഭയെക്കുറിച്ചാണ്. പ്രത്യക്ഷമായിട്ട് അദ്ദേഹം ടീച്ചിങ്സ് ഒന്നും തന്നിട്ടില്ല എങ്കിലും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഒരുപാട് കാര്യങ്ങൾ ഒരു സഭാ ശുശ്രൂഷ എന്ന നിലയിൽ പഠിക്കുവാനുള്ളൊരു ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇവിടെ കേട്ടതുപോലെ ഈ അവസാന നിമിഷങ്ങളിലൊക്കെ ചില വിഷമ പ്രതിസന്ധികളൊക്കെ കടന്നു വരുന്നപ്പോഴും യാതൊരുവിധമായ പരിഭവങ്ങളുമില്ലാതെയാണ് ഇവിടെ വരുന്നവരോട് അദ്ദേഹം സംസാരിക്കുന്നത്. അത് ദൈവം നൽകുന്ന വലിയൊരു കരുത്താണ്. ആരോടും ചുരുകുറിപ്പുകളില്ലാതെ വളരെ സന്തോഷത്തോടെ ഇപ്പോൾ ഈ മുഖത്തേക്ക് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം വളരെ പ്രസന്നവദനായിട്ടാണ് അദ്ദേഹം വിശ്രമിക്കുന്നത്. അത് ദൈവം നൽകുന്ന ഒരു വലിയ കരുത്താണ്. മാത്രമല്ല അവസാന നാളുകളിലൊക്കെ ഈ കുടുംബത്തിൽ നിന്ന് ലഭിച്ച ശുശ്രൂഷകൾ, മക്കൾ, പ്രത്യേകിച്ച് മരുമക്കൾ അദ്ദേഹത്തോട് ചേർന്ന് നിന്നും കൊച്ചുമക്കളോടുള്ള അദ്ദേഹത്തിന്റെ വാത്സല്യം എടുത്തു പറയേണ്ടതാണ്. അവർക്ക് തിരിച്ച് അപ്പൂപ്പനോടുള്ള സ്നേഹം, അതെല്ലാം ഈ സമയം നമ്മൾ സ്നേഹത്തോടുകൂടെ ഓർമ്മിപ്പിക്കുക. ആദ്യകാലങ്ങളിൽ ഈ സഭയിൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നയിച്ചു. ഞാനിവിടെ ശുശ്രൂഷ ചെയ്യുമ്പോൾ കുറെ അഭിപ്രായങ്ങൾ അടങ്ങിയ ഒരു ലെറ്റർ എനിക്ക് കൈമാറിയത് എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. അതിൽ അദ്ദേഹത്തിന്റെ ചില ആത്മാർത്ഥമായ അഭിപ്രായങ്ങൾ, സഭയെക്കുറിച്ചുള്ള ഉത്കണ്ഠകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഈ സമയം ഓർക്കുകയാണ്. അതൊക്കെയും എന്റെ നിത്യജീവനിൽ പ്രതിഫലിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, ആശംസിക്കുകയാണ്. പ്രിയരെ, ഇത്തരത്തിലുള്ള ശുശ്രൂഷകളൊക്കെ നടക്കുമ്പോൾ അതില് കാഴ്ചക്കാരാകേണ്ടവരല്ല നമ്മൾ. നമ്മുടെ ജീവിതങ്ങളെ ഒന്നുകൂടെ ശോധന ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. മരണത്തെ നമ്മൾ ഭയക്കേണ്ടതുണ്ടോ എന്നൊരു ചോദ്യം അവശേഷിക്കുന്നുണ്ട്. എന്നാൽ വേദപുസ്തക സംബന്ധിയായി നമ്മൾ പരിശോധിക്കുമ്പോൾ മരണത്തെ നമ്മൾ ഭയക്കേണ്ടതില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഒരു ദൈവവേദനെ സംബന്ധിച്ച് ഇഹലോകത്തിലുള്ള മരണം എന്ന് പറഞ്ഞാൽ അതൊരു ആശ്വാസമാണ്, നല്ലൊരു വിടുതലാണ് എന്ന് മനസ്സിലാക്കുക. വചനം നമ്മളെ ഇപ്രകാരം ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. അതേ അധ്യായത്തിൽ 23-ാം വാക്യം ഇപ്രകാരം കാണുന്നു, ഇവ രണ്ടിനാലും ഞാൻ ഞരങ്ങുന്നു, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്, അത് അത്യുത്തമമല്ലോ. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്, അത് അത്യുത്തമം അല്ലോ എന്ന് ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യന്റെ വാക്കുകളാണത്. സുബോധമുള്ള ആരെങ്കിലും ഇങ്ങനെ പറയൂ എന്ന് നമുക്ക് തോന്നാം. വിട്ടുപിരിഞ്ഞ്, ഈ ലോകത്ത് നിന്ന് വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടി ഇരിക്കുന്നത് അത്യുത്തമമല്ലോ എന്ന്, ഫാർ ബെറ്റർ, ഏറ്റവും അനുയോജ്യം, ഏറ്റവും ഉചിതം ഇവിടെ നിന്ന് പോകുന്നതെന്നാണ് പറയുന്നത്. അപ്പോ കുടുംബത്തിലുള്ളവർക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർക്കൊക്കെ ആ വേർപാട് വളരെ ദുഃഖമാണ്. എന്നാൽ അവരെ സംബന്ധിച്ച് വളരെ ആശ്വാസ തലത്തിലാണ് അപ്പോസ്തലൻ നമ്മെ പഠിപ്പിക്കുന്നത്. ഏതൊക്കെ തലങ്ങളിലാണ് വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടി ഇരിക്കുന്നത് അത്യുത്തമമെന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒന്നാമതായി ശരീരത്തിൽ നിന്നുള്ള ഒരു വിടുതൽ, അല്ലെങ്കിൽ ശരീരത്തിലെ വേദനകളിൽ നിന്നുള്ള വിടുതൽ, അത് അത്യുത്തമമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇപ്പൊ ഏകദേശം ഒരു 35 വയസ്സൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ ശരീരം നമ്മോട് പ്രതികരിച്ചു തുടങ്ങും. സന്ധിവേദന, കാഴ്ചക്കുറവ്, കേൾവിക്കുറവ്, ശരീരക്ഷീണം, അങ്ങനെയൊക്കെ പറഞ്ഞ് ഏകദേശം ഒരു ചെറുപ്രായത്തിൽ തന്നെ ശരീരം പ്രതികരിച്ചു തുടങ്ങും. അങ്ങനെ പോകെ നമുക്ക് എല്ലാവർക്കും വലിയ വലിയ പ്രതിസന്ധികളും പ്രശ്നങ്ങളും വേദനകളും ഒക്കെ ഉണ്ടാകും, അല്ലെ? അപ്പൊ ശരീരത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ വിട്ടുപിരിഞ്ഞ് ഇവിടെ നിന്ന് പോകുന്നത് ഏറ്റവും അത്യുത്തമമെന്ന്, ഫാർ ബെറ്റർ എന്നുള്ള ആ വചനം അന്വർത്ഥമാവുകയാണ്. രണ്ടാമതായി മാനസികമായ ആകുലതകൾ. നമുക്കറിയാം, ഓരോ ദിവസവും നേരം വെളുക്കുന്നത് പോലെ രാത്രി വരെ നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്ന ആ മാനസികമായ പിരിമുറുക്കങ്ങൾ, അത് നമ്മെ സംബന്ധിച്ച് ഒരു വലിയ ദുഃഖമാണ്. മറ്റുള്ളവർക്ക് മുമ്പിൽ നമ്മൾ ചിരിച്ചുകൊണ്ടൊക്കെ നിൽക്കും എങ്കിലും ഹൃദയവേദന എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. പലപ്പോഴും താങ്ങാൻ സാധിക്കണം എന്നുമില്ല. ചിലർ അതിനെ അതിജീവിക്കും, ചിലർക്ക് അതിനെ അതിജീവിക്കാൻ സാധിക്കുകയില്ല. അങ്ങനെ മാനസികമായ ആകുലങ്ങൾ നോക്കുമ്പോൾ ചില കാര്യങ്ങൾ പറഞ്ഞ ഉറക്കമില്ലായ്മ, ചിന്താകുലം, ഭാരം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ വിട്ടുപിരിയുന്നത് ഏറ്റവും ബെറ്റർ ആണ് എന്ന് അപ്പോസ്തലൻ പറയുകയാണ്. മൂന്നാമതായി നമ്മുടെ ചില ആവശ്യങ്ങൾ പരിഗണിക്കുമ്പോൾ, ഓരോ ദിവസവും മനുഷ്യർക്ക് എന്തെല്ലാം ആവശ്യങ്ങളാണ്.
ചുറ്റുപാടും നമ്മൾ നോക്കുമ്പോൾ എന്തെല്ലാം ആവശ്യങ്ങളോടുകൂടിയാണ് മനുഷ്യൻ ജീവിക്കുന്നത്, അല്ലേ? അതുപോലെ പദവികളെ കുറിച്ച്, തോൽവികളെ കുറിച്ചുള്ള ഭാരങ്ങൾ, മാനസിക സംഘർഷങ്ങൾ, നിരാശകൾ, അതെല്ലാം ഈ ആവശ്യങ്ങളിൽ നിന്ന് വരുന്നതാണ്. അപ്പൊ അതിൽ നിന്നുള്ള ഒരു മോചനം ഇഹലോകത്തിലെ മരണത്തിലൂടെ നമുക്ക് ലഭിക്കുകയാണ്. അങ്ങനെയെങ്കിൽ വളരെ ഭാഗ്യാവസ്ഥയിലാണ് പ്രിയപ്പെട്ട ജയരാജ് എന്ന പിതാവ് എന്ന് നമ്മൾ ഈ സമയം ഓർക്കണം. നമുക്ക് ദുഃഖമാണ് എങ്കിലും അദ്ദേഹത്തെ സംബന്ധിച്ച് ശാരീരികമായ, മാനസികമായ, അല്ലെങ്കിൽ മറ്റു ചില ആവശ്യങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഒരു നല്ല വിടുതല് അദ്ദേഹത്തിന് ദൈവം ദാനം ചെയ്തിരിക്കുകയാണ്. കർത്താവിന് മഹത്വം. ഏറ്റവും ഉപരിയായി നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് പാപത്തോടുള്ള പോരാട്ടം അവസാനിക്കുകയാണ്. ഇഹലോകത്ത് നമ്മുടെ ശരീരം വേർപെടുമ്പോ, ശരീരവും ആത്മാവും തമ്മിൽ വേർപെടുമ്പോ പാപത്തോടുള്ള പോരാട്ടം അതോടുകൂടി അവസാനിക്കുകയാണ്. വിശുദ്ധിയെ കുറിച്ച് ചിന്തയുള്ളവരെ സംബന്ധിച്ച് അത് വളരെ ആശ്വാസത്തിന് വക നൽകുന്നതാണ്. ജീവിച്ചിരിക്കുമ്പോ കണ്ണിനെ നിയന്ത്രിക്കണം, കാതിനെ നിയന്ത്രിക്കണം, ഹൃദയ വികാരങ്ങളെ നിയന്ത്രിക്കണം, അല്ലെ? പാപത്തോടുള്ള പോരാട്ടം ഇഹലോകത്തിൽ ആ വിട്ടുപിരിയൽ പ്രക്രിയയിലൂടെ അവസാനിക്കുകയാണ്. അത് വളരെ പ്രധാനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. സർവോപരി 2 Corinthians 5-ാം അധ്യായം 10-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, ഒരു പ്രതിഫലമുണ്ട് എന്നാണ്. മനുഷ്യൻ ഇഹലോകത്ത് ജീവിക്കുന്നതിന് അടിസ്ഥാനമായി അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് എന്നാണ് രേഖപ്പെടുത്തുന്നത്. എല്ലാ മനുഷ്യനും അവനവന്റെ പ്രവൃത്തികൾക്ക് തക്ക പ്രതിഫലം വാങ്ങുവാൻ വേണ്ടി വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടി ഇരിക്കുന്നത് അത്യുത്തമം എന്നാണ്. നമ്മളൊക്കെ പലപ്പോഴും ചിന്തിക്കുന്ന സ്വർഗത്തെ കുറിച്ചുള്ള ചിന്തകൾ മനസ്സിലാക്കുന്നത് അവിടെ ദുഃഖമില്ല, കണ്ണുനീരില്ല, അവിടെ ഭയങ്കര ധനമാണ്, സമ്പത്താണ് എന്നുള്ള തരത്തിലൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഏറ്റവും ഉപരിയായി വചനം പഠിപ്പിക്കുന്നത് കർത്താവായ യേശുവിനോട് കൂടെ ഇരിക്കുക എന്നുള്ളതാണ് ഏറ്റവും സന്തോഷം. അവിടെ എന്തൊക്കെ ഉണ്ട് എന്നുള്ളതല്ല, അവിടെ ആരുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഈ കർത്താവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ട ആ കള്ളനോട് കർത്താവ് പറയും, ഇന്നു മുതൽ നീ എന്നോടുകൂടെ പർദീസിലിരിക്കുമെന്നാണ്. എന്നോട് കൂടെ. ഇവിടെ അനുശോചനം പറഞ്ഞപ്പോ അച്ഛനും രേഖപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്, ഞാൻ നിങ്ങൾക്കായി സ്ഥലം ഒരുക്കുവാൻ പോകുന്നു, ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് എന്നാണ്. ഞാൻ ഇരിക്കുന്നിടത്ത്. അപ്പൊ അവിടെ കർത്താവ് ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി. പിന്നീട് ഒരു ഭാഗത്ത് പറയുന്നു, ഇങ്ങനെ നമ്മൾ എപ്പോഴും കർത്താവിനോട് കൂടി ഇരിക്കുമെന്നുള്ളതാണ്. അങ്ങനെ ഒരു വലിയ ഭാഗ്യാവസ്ഥ. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രിയപ്പെട്ട ജയരാജ് എന്ന പിതാവ് ആ ക്രിസ്തുവിന്റെ പൊന്മുഖം കണ്ട് സന്തോഷത്തോടുകൂടെ ആയിരിക്കുന്നു എന്നാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഇഹലോകത്ത് ഒരു വേർപാട് യാഥാർത്ഥ്യമാണ്. മരിക്കാതിരിക്കണമെങ്കിൽ ജനിക്കാതിരിക്കണമെന്നൊരു ചൊല്ലുണ്ട്. ഒരു ഇംഗ്ലീഷിൽ ഇപ്രകാരം ഒരു ചൊല്ല് പറയുന്നത്, എവറി ഹാർട്ട് ബീറ്റ്സ് ഈസ് ദ ഡ്രം ബീറ്റ്സ് ഓഫ് യുവർ ഫ്യൂണറൽ എന്നാണ്. നമ്മുടെ ഹൃദയ പിടിപ്പ്, നിന്റെ ശവസംസ്കാരത്തിന്റെ ആ ഒരു മുന്നറിയിപ്പ് എന്നാണ് പറയുന്നത്. എവരി ഹാർട്ട് ബീറ്റ് ഈസ് ദ ഡ്രം ബീറ്റ് ഓഫ് യുവർ ഫ്യൂണറൽ. അത് നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളിങ്ങനെ പെരുമ്പറ മുഴുക്കി നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്, എന്റെ നീത അവസാനത്തിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. അപ്പൊ ജയരാജ് എന്ന പിതാവിന്റെ മുഖത്ത് നോക്കുമ്പോ നമ്മൾ നമ്മോട് ചോദിക്കേണ്ട ചോദ്യമുണ്ട്, അടുത്ത് എന്റെ ഊഴം എപ്പോഴാണ് എന്ന്. അതെപ്പോഴാണ് നമ്മൾ ആരും അറിയുന്നില്ല. എങ്കിലും ദൈവം നൽകുന്ന ആയുസ് വളരെ വിശുദ്ധിയോടെ, സ്നേഹത്തോടെ, നന്മ നിറഞ്ഞ് ജീവിക്കുവാൻ വേണ്ടിയുള്ള ഒരു പ്രാർത്ഥന നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാകണം. കർത്താവിന്റെ ഗംഭീരനാദത്തോടും പ്രധാന ദൈവത്തിന്റെ ശബ്ദത്തോടും സ്വർഗത്തിൽ നിന്ന് കാഹളത്തോടുകൂടി ഇറങ്ങി വരുന്നൊരു ദിനം സ്വപ്നം കണ്ട് ജീവിപ്പാൻ കർത്താവ് തന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ ബലപ്പെടുത്തുമാറാകട്ടെ. അന്ന് ഈ പ്രിയ പിതാവ് നമ്മൾ ഒരിക്കൽ കൂടെ കാണുമെന്നുള്ള മഹത്വ പ്രത്യാശയിൽ ഈ കുടുംബാംഗങ്ങളെ ദൈവം വഴിനടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ നിമിഷം മുതൽ ദുഃഖിതരായിരിക്കുന്ന എല്ലാവരും അധികമായ ആശ്വാസവും പ്രത്യാശയും അനുഭവിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മുൻ സഭാ ശുശ്രൂഷകൻ എന്ന നിലയിൽ വ്യക്തിപരമായും എന്റെ കുടുംബത്തിന്റെയും പേരിലുള്ള അനുശോചനങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. സങ്കടങ്ങൾ തീർന്നിടും ആനന്ദിക്കും നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ. രാജ്യം വരണമേ. തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പരീക്ഷ കിടക്കാതെ ദുഷ്ടനിൽ നിന്ന് വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും
എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ. മരിച്ചുപോയ നമ്മുടെ ദാസനെ നമുക്ക് ദൈവത്തിന്റെ കരങ്ങളിൽ നീതിമോടാക്കാൻ ദൈവത്തിന്റെ കയ്യിലായിരുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം, കർത്താവിൽ ഇവിടെ വിട്ടു പോകുന്ന ആത്മാക്കൾ അങ്ങയോട് കൂടെ വസിക്കുകയും വിശ്വാസിയുടെ ആത്മാക്കൾ അങ്ങയോട് കൂടെ ആനന്ദത്തിലും സൗഭാഗ്യത്തിലും ഇരിക്കുകയും ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ഈ പ്രിയപിതാവിന് കൃത്യമായ ആശ്വാസവും സ്വസ്ഥത നൽകുമെന്നുള്ള വിശ്വാസത്തിൽ ഞങ്ങൾ ഈ പിതാവിന്റെ ആത്മാവിനെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. നാൾ ഈ പിതാവ് ഈ ആയുസ് വിട്ടുപോയിട്ടുള്ള അങ്ങയുടെ ഞങ്ങളെല്ലാവരും അങ്ങയോട് കൂടെയും ഞങ്ങൾ അവരുടെ കൂടെയും അങ്ങനെ വാക്തത്വങ്ങൾ തികവായി പ്രാപിച്ച് സമ്പൂർണ്ണമാക്കപ്പെടുവാൻ കൃപ തരണം. അവിടുത്തെ പുത്രനും ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വമുള്ള പുനരുത്ഥാനം മൂലം തന്നെ. ആമേൻ. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ. കരുണയുള്ള പിതാവ്, സകലാശ്വാസത്തിന്റെ ദുഃഖത്തിലേക്കുന്ന അങ്ങയുടെ ദാസനെ ആദ്ര സ്നേഹത്തോടും ദയോടും കൂടെ കടാക്ഷിക്കണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് അപേക്ഷിക്കുന്നു. അങ്ങ് തന്നെ അവിടെ സങ്കേതവും ബലവും കഷ്ടങ്ങൾ ഏറ്റവും എടുത്ത തുണയുമായി അവർക്ക് ഇരിക്കുകയും ചെയ്യണമേ. പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിവാൻ അവർക്ക് കൃപ നൽകണമേ. എന്റെ മരണത്താൽ മരണത്തെ ജയിക്കുകയും എന്റെ പുനരുത്ഥാനത്താൽ നിത്യജീവന്റെ വാതിൽ തുറക്കുകയും ചെയ്യുക ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം തന്നെ. ആമേൻ. ഞാൻ ജീവനുള്ള ദേശത്ത് യഹോവയുടെ നന്മ കാണും. സ്വർഗസ്ഥ പിതാവേ, അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തു ഞങ്ങൾക്ക് സത്യവിശ്വാസവും നിശ്ചയമായ പ്രത്യാശയും നൽകിയിരിക്കുന്നുവല്ലോ. വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും മരിച്ചുള്ള പുനരുത്ഥാനത്തിലും വിശ്വസിക്കുന്നു. ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ വിശ്വാസത്തെ പ്രത്യാശയും ഞങ്ങളുടെ ആയുസ് നാളെല്ലാം ഞങ്ങളെ വർദ്ധിപ്പിച്ച് ബലപ്പെടുത്തണമെന്ന് അവിടുത്തെ പുത്രനും ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അവിടുത്തെ അപേക്ഷിക്കുന്നു. ആമേൻ. ഇപ്പോൾ നമുക്ക് നിശ്ചയം ഉറപ്പുള്ള പ്രത്യാശയോടും കൂടെ വിശ്വാസ പ്രഖ്യാപനം നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് എന്ന് ചൊല്ലാം. സർവശക്തിയുടെ പിതാവായി ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ച ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനും ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ കന്യകമറിയിൽ ഉത്പാദിക്കപ്പെട്ട് ജനിച്ചു. പൊന്തിയോസ് പിലാത്തോസിൽ കഷ്ടപ്പെട്ടു, കുരിശിൽ തറയ്ക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. അവിടുന്ന് മരിച്ചവരിലേക്ക് ഇറങ്ങി 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അവിടുന്ന് സ്വർഗത്തിലേക്ക് സർവശക്തിയുടെ പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായവിധിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും മരിച്ചവരുടെ പുനരുത്ഥാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നാം തമ്മിൽ കണ്ടിടും, നാം തമ്മിൽ കണ്ടിടും, രക്ഷകൻ മുഖം കാണും ശോഭയേറും നാളതിൽ. നാം തമ്മിൽ കണ്ടിടും, നാം തമ്മിൽ കണ്ടിടും, പ്രാപിക്കും നിത്യാനന്ദം. തന്റെ മരണത്താൽ മരണത്തെ ജയിച്ചു, തന്റെ പുനരുത്ഥാനത്താൽ നിത്യജീവന്റെ വാതിൽ തുറക്കുകയും ചെയ്ത പരിശുദ്ധ കർത്താവ് അവിടുന്ന് മർത്യയുടെ പൊടിയിലേക്ക് ശരീരമാക്കുകയും മനുഷ്യപുത്രന്മാരെ തിരികെ വരികയും സർവശക്തനും സർഗശക്തിയുള്ള ദൈവമായിരിക്കാൻ നന്ദിയോടെ തിരുവേദിക്ക് സ്തോത്രം. ദൈവമായ കർത്താവേ, ഈ പിതാവിന്റെ ആത്മാവിനെ തിരികടകല്ല സമർപ്പിച്ച പ്രാർത്ഥിക്കുന്നു. ഈ പ്രദേശത്ത് കഴിഞ്ഞ രാത്രി വരും ജീവിക്കുന്ന സമയത്ത്
ദൈവത്തിലെ വിശ്വാസം സൂക്ഷിപ്പാതക്കവണ്ണം നല്ല ഒരു ഭടനായി തീരുവാതക്കവണ്ണം ക്രിസ്തുനാമത്തിന് വേണ്ടി ഒരുപാട് കാര്യം ചെയ്യുവാതക്കവണ്ണം ബലപ്പെടുത്തിയപ്പോഴേക്കായി ദൈവത്തിന് സ്തോത്രം. പാടും ശൂരമായി കിടന്ന കുന്നക്കാൽ പ്രദേശത്തിന് പ്രദേശത്തിന് ഒരു മനോഹരമായ ഒരു രക്ഷയുടെ കൊടിയാകുന്ന ഒരു പരിശുദ്ധ ദൈവാലയ പണിയുവാതക്കവണ്ണം ദൈവന്റെ കരകളിലൂടെ അവിടുന്ന് ശക്തിപ്പെടുത്തി വന്നപ്പോഴേക്കായി ദൈവത്തിന് കോടാലി കൂടി സ്തോത്രം ചെയ്യും. തന്റെ കുടുംബത്തില് നല്ലൊരു ഭർത്താവായി, തന്റെ മക്കൾക്ക് നല്ലൊരു പിതാവായി, തന്റെ കുഞ്ഞുമക്കൾക്ക് നല്ല അപ്പച്ചനായിട്ട്, തന്റെ സഹോദരങ്ങൾക്ക് ഒരു മൂത്ത ജ്യേഷ്ഠനായി ഈ ദേശത്ത് വിശ്വസ്തയോടുകൂടെ, മാതൃകയോടുകൂടെ, സാക്ഷികളോടുകൂടെ കൽപ്പനകളും ചട്ടങ്ങളും പാലിച്ചുകൊണ്ട് തിരുനാമത്തിന് സ്തോത്രം ചെയ്യുവാൻ തക്കവണ്ണം സഹായിച്ചതാണ്. വിട്ടേച്ചു പോയ നല്ല മാതൃകകളെ പിൻപറ്റുവാൻ തക്കവണ്ണം പ്രാർത്ഥനയോട് ജീവിപ്പാൻ തക്കവണ്ണം ഒരുക്കുമാറാകണേ എന്ന് പ്രാർത്ഥിക്കുന്നു. തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേതാണെന്ന് പഠിപ്പിക്കുന്ന പോലെ ഞങ്ങളുടെ ജീവിതയാത്രയിൽ ഇതുപോലെ ദിവസം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വളരെ പ്രാർത്ഥന ഒരുക്കുവാൻ തക്കവണ്ണം ഞങ്ങൾ അവിടെ കൂടുവിട്ടു ഞാൻ സ്വർഗമാ വീട്ടിൽ ചെല്ലവേ മാലാഖമാരും ദൂതരും മാറി മാറി പുണർന്നു പോ ആധിവ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി പോകുന്നേ ഞാനും തേടി ദൈവത്തോടു തുറങ്ങുവാൻ എത്തുന്നേ ഞാനൻ നാഥന്റെ ചാരി പിറ്റേന്നു പമോണർന്നിടാ സ്വർഗരാജ്യത്തു ചിന്ന നേരത്ത് കർത്താവിനോടു ചോദിച്ചു സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തു നേരിയോ നിന്മനം ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ കർത്താവേ ഇല്ലത്തെല്ലുമേ എത്തി ഞാനെത്തി സന്നിധേ ഇത്ര നാൾ കാത്ത സന്നിധേ പോകുന്നേ ഞാനും എൻ ഗേഹം തേടി ദൈവത്തോടു തുറങ്ങുവാൻ എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റേന്നു പമോണർന്നിടാ കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാനൻ സ്വന്ത ദേശത്തു പോകുമ്പോൾ കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ
അവൻ മരിച്ചുള്ള യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ തന്റെ കണ്ണാതിക്ക് പ്രകാരം നവേജിയുള്ള പ്രത്യാശയ്ക്കായി അന്ധകാരത്തിൽ ഉൾപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസ ദൈവശക്തിയിൽ കാക്കപ്പെടുന്നതിനു വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും സ്വയം മാലിന്യം വാട്ടം എന്നിവയില്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. എന്നാൽ ക്രിസ്തു നിദ്രകൊല്ലാതെ ഫലമായി മരിച്ചുടരുന്നു ഉയർത്തിരിക്കുന്നു. മനുഷ്യൻ മൂലം മരണമുണ്ടാകിയാൽ മരിച്ചുള്ള പുനരുത്ഥാനവും മനുഷ്യൻ മൂലം ഉണ്ടായി. ആദാമിൽ എല്ലാവരും മരിക്കുന്ന പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും. കർത്താവ് പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവരുമാകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. ഒരു താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരർത്ഥവും ഭയപ്പെടുകയില്ല. അങ്ങനെയോടുകൂടെ ഇരിക്കുന്നുവല്ലോ, അവിടുത്തെ വടിയും പോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. ശവക്കല്ലറ വിശ്രമത്താൽ ശവക്കുഴിയെ തന്റെ ജനങ്ങൾക്ക് പ്രത്യാശയുടെ ഇടയ്ക്കായി ശുദ്ധീകരിച്ച കർത്താവായ യേശു ക്രിസ്തുവെ പുനരുദ്ധാനവും ജീവനായിരിക്കുന്ന അങ്ങിൽ അങ്ങയുടെ ഈ ദാസൻ നിത്യാസ്വസ്ഥ അനുഭവിക്കുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ ശവക്കല്ലറ ഈ ദാസന്റെ ശരീരത്തിന് വിശ്രമ സ്ഥലമായി തീരുവാൻ കൃപാണെന്ന് ഞങ്ങൾ അങ്ങയുടെ അപേക്ഷിക്കുന്നു. ആമേൻ. കർത്താവേ, ഞങ്ങളുടെ ഈ ദാസനെ നിത്യാസ്വസ്ഥത നൽകുമാറാകണമേ. വിളിച്ച ഈ ദാസൻ മേൽ പ്രകാശിപ്പിക്കുമാറാകണമേ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അയച്ച് മുഖം മൂടി കെട്ടിയടച്ച് കുഴിയിലേക്ക് ശത്രുക്കളും യുഗാന്ത്യകാലത്തിൽ ധൂലിക്കുമ്പോൾ നിത്യമാം പ്രഭാതശോഭിതത്തിൽ രക്ഷപ്പെട്ടോരക്കാരെ കൂടി ആകാശം വിളിക്കും നേരം കാണും എൻ പേരും വിളിക്കും നേരം കാണും വിളിക്കും നേരം കാണും വിളിക്കും നേരം കാണും ഭക്തഭാവനെ ആകാശപുരം കൂടിയിടുമ്പോൾ വിളിക്കും നേരം കാണും എൻ പേരും വിളിക്കും നേരം കാണും വിളിക്കും നേരം കാണും വിളിക്കും നേരം കാണും വിളിക്കും നേരം കാണും എൻ പേരും പകരം ഞാൻ ചെയ്തിങ്ങനെ വാർത്ത ഞാൻ ചൊല്ലിടത്തെ തൻ സ്നേഹത്തിൽ തലത്തിൽ എന്റെ വേല കീർത്തി ജീവിതാന്ത്യത്തിൽ വിളിക്കും നേരം കാണും എൻ പേരും വിളിക്കും നേരം കാണും വിളിക്കും നേരം കാണും വിളിക്കും നേരം കാണും വിളിക്കും നേരം കാണും എൻ പേരും ശോഭിത പ്രഭാതത്തിൽ ശോഭധാരിപ്പാനുയർത്തുതാനെ ആകാശമപ്പുറം കൂടിയിടുമ്പോൾ വിളിക്കും നേരം കാണും എൻ പേരും വിളിക്കും നേരം കാണും വിളിക്കും നേരം കാണും വിളിക്കും നേരം കാണും വിളിക്കും നേരം കാണും എൻ പേരും. മഹാകരുണയുള്ള പിതാവേ, മരിച്ചുപോയ ഞങ്ങളുടെ ഈ സഹോദരന്റെ ആത്മാവിനെ ഞങ്ങൾ തൃക്കൈകളിലേക്ക് ഫലമേൽപ്പിക്കുന്നു. ഈ പിതാവിന്റെ ശരീരത്തെ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് രൂപാന്തരപ്പെടുത്തുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം അവസാന നാളിലെ പുനരുദ്ധാനത്തിലും വരുവാനുള്ള ലോകത്തിലെ ജീവനിലും നിശ്ചയം ഉറപ്പുള്ള പ്രത്യാശയോടുകൂടെ ആ മണ്ണിനെ മണ്ണായി ചാരത്തിന് ചാരമായി പൂഴിക്ക് പൂഴിയായി ഭൂമിക്ക് ഏൽപ്പിക്കുകയും ചെയ്യുന്നു.
ക്രിസ്തുവേ, അങ്ങ് മഹത്വത്തിന്റെ രാജാവാകുന്നു. അങ്ങ് പിതാവിന്റെ നിത്യപുത്രനാകുന്നു. ആകയാൽ അങ്ങയുടെ വിലയേറിയ രക്തം കൊണ്ട് അങ്ങ് വീണ്ടെടുത്തവരായ അങ്ങയുടെ അടിയരെ സഹായിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അവരെ എന്നേക്കുമുള്ള മഹത്വത്തിൽ അങ്ങയുടെ വിശുദ്ധന്മാരോട് കൂടെ എണ്ണിക്കൊള്ളണമേ. ഇപ്പോൾ നാഥാം തിരുവചനം പോലെ അങ്ങടിയരെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. അങ്ങയുടെ രക്ഷ എന്റെ കണ്ണ് കണ്ടുവല്ലോ. ഞാൻ സ്വർഗ്ഗത്തിൽ ശബ്ദം കേട്ടു, അത് പറഞ്ഞെഴുതുകാം. ഇന്ന് മുതൽ കർത്താവിൽ മരിക്കുന്നവർ ഭാഗ്യവാന്മാർ. അതേ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ വിശ്രമിക്കേണ്ടതാകുന്നു. അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുകയും ചെയ്യുന്നു. നിത്യാദൈവത്തിന്റെ നിത്യത്താൽ ആടുകളുടെ വലിയടയനായ നമ്മുടെ കർത്താവായ യേശുവിനെ മനുഷ്യവടയിൽ നിന്നും മടക്കി വരുത്തിയ സമാധാനത്തിന്റെ ദൈവം നിങ്ങളെ തന്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കോണം എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തി തനിക്ക് പ്രസാദമുള്ളത് യേശു മുഖാന്തരം നമ്മൾ പ്രവർത്തിക്കുമാറാകട്ടെ. ദൈവത്തിന് എന്നേക്ക് മഹത്വമുണ്ടാകട്ടെ. ആമേൻ. വരും ഞായറാഴ്ച 4 മണിക്കാണ് പിതാവിന്റെ പ്രാർത്ഥനയും പ്രാർത്ഥനയും പാട്ട് കാണുകയും ഞായറാഴ്ച എല്ലാവരും 4 മണിക്ക് തക്കവണ്ണം സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. പ്രാർത്ഥനയുണ്ട്. അതിന് മാത്രമേ എന്റെ ദൈവം മഹത്വത്തിൽ ആഗ്രവാനായി ജീവിക്കുമ്പോൾ സാധുജാനീശോടി തന്നിൽ പ്രേക്ഷിക്കാൻ ഏതും കാര്യമില്ലെന്നെന്റെ ഉള്ളം ചൊല്ലുന്നു. ഏതും കാര്യമില്ലെന്നെന്റെ ഉള്ളം ചൊല്ലുന്നു. ില്ലെന്നോ ഞാൻ ഏകനായി തീർന്നുവെന്നോ ആരുമേനിക്കില്ലെന്നോ ഞാൻ ഏകനായി തീർന്നുവെന്നോ മാനസീലാതി കൊണ്ടു സാധു അന്ധനായി തീർന്നിടല്ലേ ദൈവമേ. സാധു അന്ധനായി തീർന്നിടല്ലേ ദൈവമേ. കരുണേശ പൊന്നുദാതാനിക്കായി മഹേശ കരുണേശ പൊന്നുദാതാനിക്കായി വേണ്ടതെല്ലാം ദയ തോന്നി നൽകുമ്പോൾ എന്റെ ദേഹി കലങ്ങുന്നാഥൻ എന്റെ ദേഹി കലങ്ങുന്നാഥൻ
ദൈവം മഹത്വത്തിൽ ആദ്രവാനായി ജീവിക്കുമ്പോൾ എന്റെ ദൈവം മഹത്വത്തിൽ ആദ്രവാനായി ജീവിക്കുമ്പോൾ സാധു ഞാനീ ക്ഷോണി തന്നിൽ ക്ലേശിപ്പാൻ ഏതും കാര്യമില്ലെന്നെ ഉള്ളം ചൊല്ലുന്നു. ഏതും കാര്യമില്ലെന്നെ ഉള്ളം ചൊല്ലുന്നു. പക്കലേക്ക് പോയിടുന്നു ഞാൻ പൂഴിയായ ദേഹവും നിങ്ങളുടെ ഹൃദയം കലങ്ങി പോരുന്നു. ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കുക. ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെ ഇരിക്കേണ്ടത്. പിന്നെ വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊണ്ട് ഞാൻ പോകുന്ന ഇടത്തേക്കുള്ള വഴി നിങ്ങൾ അറിയുന്നു. തോമസ് അവനോട്, കർത്താവേ, നീ എവിടെ പോകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നില്ല, പിന്നെ വഴി എങ്ങനെ അറിയും എന്ന് പറഞ്ഞു. യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. നിങ്ങൾ എന്നെ അറിഞ്ഞുവെങ്കിൽ എന്റെ പിതാവിനെയും അറിയുമായിരുന്നു. ഇന്നു മുതൽ നിങ്ങൾ അവൻ അറിയുന്നു, അവരെ കണ്ടുപിടിക്കുന്നു. ഈ വായിച്ചേട്ട തിരുവഴുത്ത് വേർപാന്റെ വേദനയിലായിരിക്കുന്ന പ്രിയമകൾക്ക് ആശ്വാസം, നിത്യത്തിലേക്ക് വിളിച്ച് ബന്ധിച്ച പ്രിയ പിതാവിന്റെ ആത്മാവിന് കൃത്യമായ സ്വസ്ഥതയും നൽകുമാറാകട്ടെ. ആമേൻ. ചൊല്ലിടുന്നു യാത്ര ഞാൻ പിതാവിൻ സകലാനുഗ്രഹത്തിന്റെയും താളാവും ഞങ്ങളുടെ ജീവന്റെ ഉടയവനും പരിപാലകനുമായിരിക്കുന്ന ദൈവമേ, ഞങ്ങളെ വിട്ടു ജീവിതത്തിലേക്ക് പ്രവേശിച്ച ഈ പിതാവിന്റെ ജീവിതത്തിനായി, സേവനത്തിനായി, തിരുവാലയുമായി ബന്ധപ്പെട്ട് നൽകിയ എല്ലാ ശുശ്രൂഷകൾക്കായും കൂട്ടായ്മയുടെ അനുഭവങ്ങൾക്കായി സ്തോത്രം. അതിലൊരു ഈ ഭവനത്തിനും പ്രിയപ്പെട്ടവർക്ക് നൽകിയ നേതൃത്വത്തിനായി ദൈവമേ നന്നായി നയിക്കുവാൻ പിതാവ് ദൈവം നൽകിയ എല്ലാ അധ്വാനങ്ങളെയും പരിശ്രമങ്ങളെല്ലാം നന്ദിയോടുകൂടെ ഓർമ്മയെ സ്തുതിക്കുകയും ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. അവിടുന്ന് നിശ്ചയിക്കപ്പെട്ട സമയം തിരുസന്നിധിയിലേക്ക് അവിടുന്ന് വിളിച്ചു ചേർത്തുവല്ലോ. ദൈവം അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ദൈവം ഞങ്ങളുടെ ക്രിസ്തീയ പ്രകാരം ദൈവാനുഗ്രഹമായി അത് സംസ്കരിക്കുന്ന ശുശ്രൂഷ നിറവേറ്റുവാൻ അവിടുന്ന് സഹായിച്ചുവല്ലോ. അതിന് നേതൃത്വം നൽകിയ പുരോഹിതരെയും പ്രാർത്ഥനയോടുകൂടെ ഇതിൽ സംബന്ധിക്കുകയും സഹകരിക്കുകയും ചെയ്ത എല്ലാ ബന്ധുക്കളെയും ചാർച്ചക്കാരെയും സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകരെല്ലാം അവിടുന്ന് ഒരിക്കൽ കൃപയ്ക്കായി നന്ദി അർപ്പാവെ. ഞങ്ങളും ആ പിതാവിലൂടെ ലഭിച്ച നന്മകളെ നന്ദിയോടുകൂടെ ഓർത്തെന്നും അങ്ങയെ സ്തുതിക്കുവാനും ആ നല്ല സാക്ഷ്യങ്ങളെ പിന്തുടരുന്നതിന് വേണ്ടി ഞങ്ങളുടെ ജീവിതങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാനും അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കുമെന്ന് യേശു കർത്താവ് ഉയർത്തെഴുന്നേൽപ്പിലൂടെ ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ദൈവവിശ്വാസത്തിലും പ്രത്യാശയിലും ദൈവം ഞങ്ങൾ നിലനിന്ന് കർത്താവിന്റെ പ്രത്യക്ഷതയ്ക്കായി ഒരുങ്ങി പാർക്കുവാൻ അവിടുന്ന് സഹായിക്കണം. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണെന്ന് തിരുവചനത്തിലൂടെ ഞങ്ങൾ വ്യക്തമായി പഠിപ്പിച്ചുവല്ലോ. തിരുവാഗ്ദത്തങ്ങൾ പൂർണ്ണമായി വിശ്വാസവും പ്രത്യാശയും അർപ്പിച്ച് കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങി പ്രത്യാശയോടുകൂടെ നിലനിൽക്കുവാൻ ഞങ്ങളെല്ലാവരെയും അവിടുന്ന് സഹായിക്കണം. പ്രത്യാല ദുഃഖത്തോടുകൂടെ ഭവനത്തിലായിരിക്കുന്ന പ്രിയ മക്കളെയും അവിടെ കുടുംബാംഗങ്ങളെയും തലമുറകളെല്ലാം തിരുസന്നിധിയിൽ സമർപ്പിക്കുന്ന കർത്താവ് ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം നൽകുമെന്ന് അവിടുന്ന് മാറ്റമില്ലാത്ത വാഗ്ദത്തം നൽകിയല്ലോ. തിരുവാഗ്ദത്തങ്ങളിൽ ആശ്രയിച്ച് പ്രിയ മക്കളെല്ലാവരും പ്രത്യാശയോടുകൂടെ പിതാവിലൂടെ ലഭിച്ച നന്മകളെ ഓർത്ത് അങ്ങേക്ക് നന്ദിയുള്ളവരായി ജീവിക്കുവാനും ആ പ്രത്യാശയുടെ പുറമത്ത് വീണ്ടും കണ്ട് സന്തോഷിക്കാനുള്ള വിശ്വാസത്തിൽ നിലനിൽക്കുന്നതിനും പ്രിയ മക്കളെ അവിടുന്ന് സഹായിക്കണം. ഇവിടെ കൂടി വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടെ തിരുസന്നിധിയിൽ തരും. ഇറങ്ങിയവരെല്ലാം ക്ഷമിക്കണം. ഞങ്ങൾ സമാധാനത്തോടെ പിരിയുന്നതിനും സഹായിക്കണം. സകല മഹത്വം അങ്ങേക്കായിരിക്കട്ടെ. യേശു ക്രിസ്തു മൂലം പ്രാർത്ഥന കേൾക്കണമേ.
നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന ദൈവത്തിന്റെ നിരന്തരമായ സംസർഗവും ഉണ്ടായി എല്ലാ ഹൃദയങ്ങളോടും ഉള്ള എല്ലാ രൂപങ്ങളോടും പ്രാർത്ഥനകളോടും ഇതിലേക്ക് ഉണ്ടാകുമാറാകട്ടെ. എല്ലാവിന്റെ സ്മരണ പ്രാർത്ഥന കഴിഞ്ഞ ഞായറാഴ്ച ഞായറാഴ്ച